ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അങ്ങനെ കുറേ മാസത്തിന് ശേഷം, ശരിക്കും പറഞ്ഞാൽ 3.5 മാസത്തിന് ശേഷമാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഉപ്പാവാൻ്റെ ആണ്ടിന് കേട്ടോ. അത് ഉച്ചയ്ക്ക് പോയി വൈകുന്നേരം ആയപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ മേപ്പാടിക്ക് തന്നെ വന്നു കേട്ടോ. ആ ഒരു പോക്കിയിരുന്നു. പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല. പിന്നെ ഉമ്മയും ബ്രദറൊക്കെ വീട്ടിൽ വരും, അതുപോലെ തന്നെ ഉമ്മാൻ്റെ സിസ്റ്ററും ഒക്കെ വരുത്തുക, അങ്ങനെയാണ് കേട്ടോ അവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ രാവിലെ തന്നെ ഇതാ വാഷിംഗ് മെഷീനിലുള്ള പണികളാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം ഡ്രസ്സുകളൊക്കെ അലക്കാനുണ്ടായിരുന്നു. നമ്മളെ ഡ്രസ്സുകളും അതുപോലെ തന്നെ പുതപ്പും വിരിപ്പും ഒക്കെ അലക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ചധികം ദിവസത്തേക്കാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോകുന്നത്. കാരണം ഇത്രയും കൂടുതലായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാണ്ട് നിന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം ദിവസം തന്നെ നിന്നിട്ടേ തിരിച്ച് വരുള്ളൂ എന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ എല്ലാം അലക്കി ആറിട്ടിട്ടുണ്ട്. പിന്നെ വാഷിംഗ് മെഷീനിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഉണക്കിയിട്ടില്ല എടുക്കുക. അപ്പം കുറേ ഡ്രസ്സുകൾ അപ്പം തന്നെ ഉണങ്ങി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഷെൽഫിലൊക്കെ എടുത്തു വെച്ചു. പിന്നെ പുതപ്പും അതുപോലെ തന്നെ വിരിപ്പൊക്കെ ഉള്ളൂ കേട്ടോ. അത് പിന്നെ ഇറയെ തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതും അതുപോലെ തന്നെ പിന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ ക്ലീനിങ് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടില്ല. കാരണം ഇതിന് മുമ്പത്തെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളും ഒക്കെ വൃത്തിയാക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അങ്ങനെ ഇതാ പോകുന്ന വഴിക്കിൽ നമ്മൾ സ്ഥിരം ഷോപ്പുണ്ട് കേട്ടോ. മസ്റ്റാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിന് ഇതാ അസൻ മത്താർ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിഷ് വേറെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കഴിക്കാത്തതായിട്ടുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കു ജ്യൂസും അതുപോലെ തന്നെ അസമത്താറുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആയ മുതൽ ഇങ്ങോട്ടേക്ക് വരുത്തുന്നുണ്ട് കേട്ടോ. മിക്ക ദിവസങ്ങളിലും നോമ്പിന് പോലും നമ്മൾ വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഡിഷ് അത്രയ്ക്ക് ടേസ്റ്റാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ ആദ്യം ഇറക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികളെ രണ്ടാളും മുട്ടടിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മേപ്പാടിൽ നിന്ന് തന്നെ മുട്ടടിക്കാമെന്ന് വിചാരിച്ചത് രാവിലെ തന്നെ. പക്ഷേങ്കിൽ പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കായിട്ടോ. അപ്പം പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ പനമരത്തുനിന്ന് മുട്ടടിക്കാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഫസ്റ്റ് തന്നെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയി ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കണം. കാരണം ബ്രദർ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകട്ടോ. നമ്മളെ ഫ്രണ്ട്സൊക്കെ ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോകും. അപ്പോൾ അവൻ പോകുന്നതിന് മുമ്പ് ലഗേജൊക്കെ ഇറക്കി വെക്കണമല്ലോ. കുറേ ലഗേജൊന്നും ഇല്ല കേട്ടോ, ആകെ ഒരു ബാഗേ ഉള്ളൂ. അത് ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവനെ വിളിക്കുന്നത്. പിന്നെ അതിന് ശേഷം നേരെ പനമരം വന്നു. അവിടുന്ന് നമ്മൾ ബായിൻ്റെ അടുത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. രണ്ടുപേരെയും മുട്ടയില്ല. അപ്പോൾ അത് ഇച്ചുവിൻ്റെ പിന്നെ അതിൻ്റെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചു ആദ്യമായിട്ടാണ് കേട്ടോ നിന്ന് കൊടുക്കുന്നത് കാണുന്നത്. അല്ലെങ്കിൽ ഒന്ന് തീരെ സമ്മതിക്കൂല. നമ്മൾ എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ ഫോൺ കാണിച്ചു കൊടുക്കണം, അങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ. ആൾക്ക് ശ്രദ്ധ തെറ്റിക്കണം കേട്ടോ. പക്ഷേങ്കിൽ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഓനക്ക് തന്നെ ഇൻട്രസ്റ്റ് ആയി തോന്നുന്നുണ്ട് കേട്ടോ. വലിയ കുരുത്തക്കോടോ ഇടങ്ങേറൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഓനത് കഴിഞ്ഞ് ഇനിയിപ്പം ഏതാനെ മടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മേത്ത് മുടിയാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇക്കാനെ മടിയിൽ തന്നെ ഇരുത്തിപ്പിച്ചിട്ടുണ്ടോ. പക്ഷെ ഓള് അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല അനക്കിയിരുന്നു. ഓൾ ഉറങ്ങുകയാണെങ്കിലാണ് നമുക്ക് നല്ലോണം മുടി വെടിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ ചിലർക്കൊക്കെ ഭയങ്കര പേടിയായിരിക്കും കേട്ടോ. കാരണം ചെറിയ മക്കളതൊക്കെ വടിക്കാൻ വേണ്ടിയിട്ട് അവർ മര്യാദയ്ക്ക് ഇരുന്നിട്ടില്ല മുറിയും ആവൂലേ. അപ്പം അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് തലയിൽ മുറിയൊന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെതാ തിരിച്ച് ഞാൻ പൂത്തുവിൻ്റെ വീട്ടിലേക്ക് വന്നത്. പൂത്ത് ഇന്ന് എൻ്റെ ഉമ്മാനായിട്ടത്തിൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അപ്പം അവരെപ്പോഴും നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ പച്ചിലക്കാട് അങ്ങനെ വരുത്തും കുറവാണ്. അപ്പം വന്ന സ്ഥിതിക്ക് എന്തായാലും മുടി വെട്ടിക്കാൻ ഇറങ്ങിയതല്ലേ. അപ്പം പിന്നെ പൂത്തുവിൻ്റെ വീട്ടിലും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ കുറേ ബാഗുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇതിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. ബാഗ് അതുപോലെ തന്നെ ചവിട്ടികളൊക്കെ ആൾ നല്ലോണം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ പണ്ട് മുതലേ ചെറുപ്പം മുതലേ പൂത്തുവിന് ഇങ്ങനത്തെ ഒരു ക്രേസ് ഉണ്ട് കേട്ടോ. കുറേ ബാഗുകൾ അതുപോലെ തന്നെ കൊട്ട അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ആളുണ്ടാക്കും. അപ്പോൾ ആ ഒരു ക്രേസിനെസ് ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും കുറേ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇക്കൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇനിയും ഏതൊക്കെയോ ടൈപ്സ് ബാഗുകൾ തയ്ക്കണം എന്നൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ അടുത്തൊരു ബാഗ് ഉണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞാനെ കൊണ്ട് തന്നിട്ടുള്ള മാംഗ്ലൂരിൽ നിന്ന് കൊണ്ടു തന്ന ഒരു ബാഗുണ്ട്. പക്ഷേ അതിന് സിബില്ല. അപ്പോൾ അത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അതിൻ്റെ അടുക്ക് പുറത്ത് ബട്ടർ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇറങ്ങി നോക്കിയിട്ടുള്ളതാണ്. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ബട്ടറോ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ടോ പേരയ്ക്കൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പുറയിലേക്ക് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അത് ഇറങ്ങിയിട്ട് നോക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുക്ക് പുതുതാ
ഒരു തട്ടിക്കൂട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഉള്ള സാധനം കൊണ്ട് ആൾ വേഗം ഉണ്ടാക്കും. അപ്പോൾ നമുക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ, കാരണം നമ്മൾ ചായയും ഇതൊക്കെ കുടിച്ചതാണല്ലോ. പക്ഷേങ്കിൽ ആൾ വേഗം അവിലൊക്കെ വറുത്ത് വേഗം പഴം കൊണ്ടൊക്കെ ജ്യൂസൊക്കെ അടിച്ച് ഒരു അവിൽ മിൽക്കൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തന്മയും പൂതൊക്കെ കൂടിയിട്ട് എപ്പോഴോ വെള്ളിയാഴ്ചയോ മറ്റോ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചതൊക്കെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾക്കാണ് കേട്ടോ അത് വിധിച്ചത്. അപ്പം ആൾ എന്തോ തലേ ദിവസം വേണ്ടാന്ന് പറഞ്ഞ് വെച്ച് അങ്ങനെ പിന്നെ നീണ്ടു പോയി. പിന്നെ ഇപ്പോൾ ഇത് വിധിച്ചത് ഇപ്പം ഞമ്മക്കാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇച്ചോര് ഒരു ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ നമുക്കൊന്നും തന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് വേഗം ഇറങ്ങി കേട്ടോ. വേഗം ഇറങ്ങി തന്നെ പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം എൻ്റെ വീട്ടിലേക്ക് വരുന്ന വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കലില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ചിലപ്പോൾ മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം പിന്നെ നമ്മൾ ഷോർട്സ് അധികം അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വീഡിയോസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വരുന്നതിന് വൈബാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മളെ ചുറ്റുപാടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സൂര്യൻ അസ്തമിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ആകാശത്തിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ ഉണ്ടാവുക. അങ്ങനെ പിന്നെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മാനെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് സ്കൂളിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ഉമ്മ. അപ്പോൾ ഉമ്മാനെ അവിടുന്ന് പിക്ക് ചെയ്ത് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മ അവിടെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ജസ്റ്റ് കുക്കറിലുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇപ്പം കുറേ സംസാരിക്കാനും കഥകൾ പറയാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.